Hello everyone. So, in the SGOU, Srinarayana Guru Open University, BA English Language and Literature in the course in the fourth semester ancillary course news reporting and editing in the subject third module third block specialized reporting in the block in the unit 3 investigative reporting in the unit ആണ്. ഇതിന് മുന്നേയുള്ള എല്ലാ യൂണിറ്റ്സിന്റെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു യൂണിറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡെയറിങ് പ്രൊഫഷനാണ്. ജേർണലിസ്റ്റുകൾ അവരുടെ ജീവിതം തന്നെ റിസ്കിലെടുത്ത് ട്രൂത്ത് റിവീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് അത്യാവശ്യം കറേജും ഗ്രേറ്റ് എഫേർട്ടും ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്താവാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാവാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക ടെഹൽക്ക എന്ന് പറയുന്ന ഇന്ത്യയിലെ മീഡിയയാണ്. സോ ഇവിടെ സാധാരണയായിട്ട് സിസ്റ്റത്തിൻ്റെ വാച്ച് ഡോഗ് ആയിട്ടാണ് ഒരു മീഡിയ നിൽക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഇവിടെ വരുന്നത്. സോ സാധാരണ റെഗുലർ ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹിഡൻ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള മാറ്റേഴ്സിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങി ചെന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിൻ്റെ ഓപ്പൺ സോഴ്സ് ഡോക്യുമെൻ്ററീസ് ആയിട്ട് ഇറക്കുക എന്നുള്ളതാണ് എന്തിൽ വരിക, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ വരിക. റിപ്പോർട്ടേഴ്സ് അത്യാവശ്യം ക്ലെവർ ആയിരിക്കണം. അൺടോൾഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു ട്രൂത്തിനെ റിവീൽ ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമാണ് ആരാവാൻ പറ്റുള്ളൂ, ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം സമയവും എഫേർട്ടും എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. വാട്ട്, വെൻ, വേർ, വൈ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും ആൻസർ കണ്ടുപിടിക്കണം ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സോ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ അമേരിക്കയിൽ നടന്നിട്ടുണ്ടായിരുന്ന വാട്ടർ ഗേറ്റ് സ്കാൻഡലാണ്. ബോബ് വുഡ്വാർഡ് എന്ന് പറയുന്ന പേഴ്സണും കോൾ ബേൺസ്റ്റീൻ എന്ന് പറയുന്ന പേഴ്സണും കൂടെ, അവർ രണ്ട് ജേർണലിസ്റ്റുകൾ കൂടെയാണ് ആ ഒരു വാട്ടർ ഗേറ്റ് സ്കാൻഡൽ പുറത്തു കൊണ്ടുവരുന്നത്. ദാറ്റ് ലെഡ് ടു റെസിഗ്നേഷൻ ഓഫ് പ്രസിഡന്റ് നിക്സൺ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷന് വരെ വഴിതെളിച്ച വലിയൊരു സ്കാൻഡലിൻ്റെ ഒരു റിവീലിംഗ് ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയാം. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് റിസർച്ച് നെസസറി ആണ്. അതായത് ഒരു കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. ദെൻ റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് വേണം ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് അതാണ് ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മുടെ റിപ്പോർട്ടിന് ക്രെഡിബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് മാത്രമായിരിക്കണം എന്ത് കളക്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഇത് അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളായിരിക്കും ഇതിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ റൈറ്റിങ്ങും പബ്ലിഷിങ്ങിനും ഒക്കെ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ദെൻ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു കാര്യം റിസൾട്ട് കൺഫേം ആയതിനു ശേഷം മാത്രമേ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഊഹാപോഹത്തിലൊന്നും കയറി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സോഷ്യൽ ഇമ്പാക്റ്റും സൊസൈറ്റിക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കൂടുതലായിട്ടും അന്വേഷിക്കുന്നുണ്ടായിരിക്കുക. സ്പെസിഫിസിറ്റി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ. കാരണം ആ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി പഠിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളോട് പറയുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സീക്രസി എന്ന് പറയുന്നതും. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് അത്യാവശ്യം സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അവർ പോകുന്നുണ്ടായിരിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഡീൽ ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തായിരിക്കും. സോ അവർ റിപ്പോർട്ടേഴ്സിനെ ത്രെട്ടൺ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദ കാരവാൻ എന്ന് പറയുന്ന മാഗസീൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഒരു മാഗസീനാണിത്. സോ അവിടെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസാണ് അവർ യൂസ് ചെയ്യുക. പ്രോട്ടോൺ മെയിലൊക്കെയാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാറുള്ളത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും സീക്രട്ടായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ട്രൂത്ത് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഹൗ ടു ഡു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ്. സോ ആദ്യം തന്നെ നമുക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഫർദർ റിസർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമുക്ക് സാധാരണയായിട്ട് എല്ലാ സ്ഥലത്തും അൺകവേർഡ് ആയിട്ടുള്ള ട്രൂത്തുകൾ ഉണ്ടായിരിക്കും. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ലൂപ്പ് ഹോൾസ് കാണാൻ പറ്റും. അറ്റൻഷൻ ആവശ്യമുള്ള ഇഷ്യൂസ് പല സ്ഥലങ്ങളിൽ ഉണ്ടാവാം. സോ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമാണ് ജനങ്ങൾ അറിയണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യം വേണം ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒബ്സർവൻ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും
പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രിട്ടിക്കലി ന്യൂസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. ആരെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പുറമേ സൂപ്പർഫിഷ്യലായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിലും അതിനകത്ത് എന്താണ് അവർ ഒളിപ്പിച്ച് വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എത്തിക്സും ട്രൂത്ത്ഫുൾനെസ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൊഫഷണൽ എത്തിക്സ് വിട്ടിട്ട് കളിക്കാൻ പാടില്ല. സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഹൈപ്പോത്തസിസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം, അതിനുശേഷം വേണം ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അവർ കണ്ടുപിടിക്കാനായിട്ട്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റഡ് എന്നാണ് പറയുക. ഇവിടെ ഹൈപ്പോത്തസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ധാരണ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാവാം, തെറ്റാവാം, അത് ആ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് അത്യാവശ്യം സമയവും എടുത്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ളതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിരിക്കണം. ഏത് ടോപ്പിക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ തന്നെ അവർക്ക് ഉണ്ടായിരിക്കണം. ധാരണ ഇല്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരിക്കലും അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത്. സീക്രട്ട് ആയിട്ട് വേണം അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടാവാനായിട്ട്. എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ ആനന്ദ് പട്വർദ്ധൻ എന്ന് പറയുന്ന പേഴ്സൺ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ് നമ്മുടെ ഇന്ത്യയിലെ. ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് അദ്ദേഹത്തിന് മൂവീസിലൂടെ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസിലൂടെ അവർ കാണിക്കാറുണ്ട്. പൊതുവേ ക്യാമറയുമായിട്ട് ട്രാവൽ ചെയ്ത് സ്റ്റോറീസ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടാണ് സൊസൈറ്റൽ ഇഷ്യൂസൊക്കെ അവർ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. സോ ആ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ആവാൻ പറ്റുക ഒരാൾക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ടു ബിക്കം എ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ ട്രൂത്തിനെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന പേഴ്സൺസിന് മാത്രമാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോ ന്യൂസും ഒപ്പീനിയൻസും ഒക്കെ കാണുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കലി അതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു രീതി അവർക്ക് ഉണ്ടായിരിക്കണം. സെൽഫ് മോട്ടിവേഷൻ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ചില സമയത്തൊക്കെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് മുകളിലുള്ളവർ ഇൻസ്ട്രക്ഷൻ തരട്ടെ എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കൊന്നും നിൽക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർക്ക് ഉണ്ടായിരിക്കണം. നല്ലൊരു റാപ്പ് ഔട്ട് ബിൽഡ് ചെയ്യാൻ, ആ ഒരു വേറൊരു പേഴ്സണത്തെ സംസാരിച്ച് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ എത്തിക്സ് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമായിരിക്കണം. കറേജ് നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമാണ് ധൈര്യം എന്ന് പറയുന്നത്. അതില്ലാതെ ഒരിക്കലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആവാനായിട്ട് പറ്റില്ല. കുറേയധികം ത്രെട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഭീഷണികൾ വരാം, വാർണിങ്സ് കിട്ടാം. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടാത്ത കുറച്ച് പേഴ്സൺസ് ഉണ്ടായിരിക്കും. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള ത്രെട്ടുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിനോദ് ജോസ് എന്ന് പറയുന്നത് ദ കാരവാൻ എന്ന് പറയുന്ന ഇതിൻ്റെ ചീഫ് എഡിറ്ററാണ്. സോ അവർക്ക് ഒരുപാടധികം ത്രെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റൂൾ ചെയ്യുന്ന ഗവൺമെൻറ്റിനെതിരെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ന്യൂസുകൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോലും നമുക്ക് ത്രെട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രയും കറേജസ് ആയിട്ടുള്ള, ഒബ്സർവൻ്റ് ആയിട്ടുള്ള, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന, ധൈര്യത്തോടെ അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണം എന്താവാൻ പറ്റുള്ളൂ, ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ നമ്മുടെ ബേസിലിൻ്റെയും നസ്രിയൻ്റെയും പുതിയ മൂവി ആയിട്ടുള്ള സൂക്ഷ്മദർശിനി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതിൽ നസ്രിയയുടെ ക്യാരക്ടർക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അതിനുള്ള കറേജ് ഉണ്ട്, ഒബ്സർവൻ്റ് ആണ്, ആ ഒരു ധൈര്യം കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും അത്രയും ഒരു കാര്യത്തിനെ റിവീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളൊരു ക്യാരക്ടറാണത്. സോ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ്, അതാണ് എന്നല്ല പറയുന്നത്, പക്ഷെ ആ രീതിയിലുള്ള ക്വാളിറ്റീസൊക്കെയാണ് ആർക്കും ഉള്ളത്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർക്കും ഉള്ളത്. ദെൻ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പബ്ലിക്കിന് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹിഡൻ ആയിട്ടിരിക്കപ്പെടാവുന്ന ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ എന്തിനേ പറ്റുള്ളൂ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിനെ പറ്റുള്ളൂ. ദെൻ കുറേയധികം സ്ഥലത്ത് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ഇടയിലുള്ള, സ്കൂൾ ചിൽഡ്രൻസിൻ്റെ ഇടയിലുള്ള ഡ്രഗ് അബ്യൂസ് ആണ് നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി നമ്മൾ കുറേയധികം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, സോ അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കാനും അതിൻ്റെ കോസുകൾ മനസ്സിലാക്കാനും അത് തടയാനും ഒക്കെയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിനൊക്കെയുള്ള ആക്ഷൻസിലേക്ക് അത് ലീഡ് ചെയ്യാറുണ്ട്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ബ്രൈബറിയോ കറപ്ഷനോ കൈക്കൂലി അഴിമതി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കാനും ഈ അതോറിറ്റീസിനെ അക്കൗണ്ടബിൾ ആക്കാനും ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് കഴിവുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത്
RTI റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ടൂള് യൂസ് ചെയ്യുന്ന ഒരു മേഖല കൂടുതലായിട്ടും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആണ്. അതായത് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ എൻഷുർ ചെയ്തുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷനിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗിൽ വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ആർട്ടിസ്റ്റിൻ്റെയും ആർട്ട് ഹിസ്റ്ററി ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കൾച്ചറൽ ഡോക്യുമെൻറ്റേഷൻ ആണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫോംസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ഉണ്ട്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെയാണ് RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള കാതറിൻ ബൂ ആണ് ഈ ഒരു RTIൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. കറപ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെയൊക്കെ അക്കൗണ്ടബിൾ ആക്കാനായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആക്ട് 2005 RTI ആക്ട് 2005 നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെയോ ഒക്കെ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അവർക്ക് നൽകേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റീനെ ബാധിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല. അതല്ലാതെയുള്ള ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ RTIയിലൂടെ കിട്ടാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക, ജനങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അതോറിറ്റീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് RTI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് സ്റ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗനൈസേഷൻസോ ആരെങ്കിലും ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൂത്ത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത്. വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം പുറം ലോകത്തേക്ക് അറിയിക്കുന്ന പേഴ്സൺസിനെ, ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയാം. അവർ ഇൻഡിവിജ്വൽസ് ആവാം, ഓഫൻ പബ്ലിക് സെർവൻസ് ആവാം. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എന്തെങ്കിലും കറപ്ഷനോ മിസ്കണ്ടക്റ്റോ എന്തെങ്കിലും പുറം ലോകത്തേക്ക് വിളിച്ച് പറയുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് വിസിൽ ബ്ലോവേഴ്സ് എന്നുള്ളത് പറയുന്നത്. സോ ഇന്റേണൽ ആയിട്ടുള്ള അബ്യൂസസ് എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റോങ് ഡൂയിങ്സ് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ആരാണ്? വിസിൽ ബ്ലോവേഴ്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ചെയ്യാറുള്ളത്. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് അത് നമ്മൾ റിപ്പോർട്ടായിട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലിയർ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇൻഫർമേഷനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ടൈം ലൈൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ഒരു കാര്യം അറ്റ് എ ടൈമിലായിരിക്കില്ല സംഭവിക്കുന്നുണ്ടായിരിക്കുക, കുറേ സമയത്ത് കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ടൈം ലൈൻ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇന്ത്യൻ മാഗസീൻ ആയിട്ടുള്ള ടെഹൽക്ക എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട്. തരുൺ തേജ്പാൽ എന്ന് പറയുന്ന പേഴ്സൺ ഫൗണ്ട് ചെയ്തിട്ടുള്ള മാഗസീനാണ്. അതാണ് 2014 ആസാം റൈഫിൾസിൻ്റെ സ്കാൻഡൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആംഡ് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ബ്രൈബറി പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റീനെ പോലും ത്രട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ആവാം അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ഫോംസ് അതിൻ്റെ ടൈപ്സ് ഉള്ളത് അല്ലെങ്കിൽ ഫോംസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡൗട്ടൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.